അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിവസവും പല കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുന്നവരാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വാതിൽ പൂട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. വാഹനമോടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കും. പണം ബാങ്കിൽ സുരക്ഷിതമായി സൂക്ഷിക്കും. മൊബൈലിന് പാസ്വേഡ് നൽകും. കാരണം നമുക്ക് സുരക്ഷ വേണം. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവനെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ ആരോഗ്യം, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാവി, ഇവയുടെ യഥാർത്ഥ കാവൽക്കാരൻ ആരാണ്? ഒരു വിശ്വാസിക്ക് അതിൻ്റെ ഉത്തരം വ്യക്തമാണ്. അള്ളാഹുവാണ് യഥാർത്ഥ സംരക്ഷകൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ രണ്ട് പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്രകാരം അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു. അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഥവാ എല്ലാ പിശാചുക്കളിൽ നിന്നും, എല്ലാ വിഷജന്തുക്കളിൽ നിന്നും, എല്ലാ ദുഷ്ടദൃഷ്ടികളിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ പിതാവ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും അലൈഹിസ്സലാം വേണ്ടി ഇതേ ദുആ ചൊല്ലിയിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഹദീസ് വെറും ഒരു ദുആ മാത്രം പഠിപ്പിക്കുന്നതല്ല, മറിച്ച് ഒരു ജീവിത പാഠം കൂടിയാണ് നൽകുന്നത്. ഇന്ന് മനുഷ്യൻ തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. വീടുകൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നു, വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നു. പക്ഷേ ഇതൊന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിന് പകരമാകില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവലൊരുക്കിയാൽ പിന്നെ നമ്മെ ആരും ഉപദ്രവിക്കില്ല. അതേസമയം അള്ളാഹുവിൻ്റെ കാവൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷകരായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അള്ളാഹുവിൽ തുടങ്ങുകയും അള്ളാഹുവിൽ അവസാനിക്കുകയും വേണം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഹദീസിലെ മറ്റൊരു മനോഹരമായ സന്ദേശം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. അതിനു മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് വേണ്ടിയും ഇതേ ദുആ ചൊല്ലിയിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മക്കൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്നത് പോലെ തന്നെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും അള്ളാഹുവിൻ്റെ കാവൽ തേടുകയും ചെയ്യുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇന്ന് നമുക്കും ഒരു ആത്മപരിശോധന നടത്താം. നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് മൊബൈൽ നോക്കിയാണോ അതോ അള്ളാഹുവിനെ സ്മരിച്ചാണോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ കാവൽ തേടുന്നുണ്ടോ? ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം ദുആ ചെയ്യാറുണ്ടോ? നമ്മുടെ മക്കളെ നമ്മൾ ഇത്തരം ദുആകൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇവയെല്ലാം ഓരോ വിശ്വാസിയും സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് എല്ലാ സുരക്ഷകളും പരിമിതമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം അതിരുകളില്ലാത്തതാണ്. അവൻ്റെ കാവലുള്ളവന് ഏറ്റവും വലിയ സമാധാനമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈ ദുആ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഇത് പതിവാക്കാം. അള്ളാഹുവിൻ്റെ കാവൽ തേടിക്കൊണ്ട് ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കും അവൻ്റെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.